വി.ഡി. സതീശൻ കൊണ്ടുവരുന്ന ഒരു വമ്പൻ ട്വിസ്റ്റിനായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്ത് വിഷയത്തിൽ ദിവസങ്ങളായി കേരളത്തിൽ ഉയർന്നു വന്ന തീ ആളിക്കത്തിക്കാൻ BJP, CPM കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാങ്കൂട്ട വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നയം വളരെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു പരാതിയില്ല, ഒരു FIR ഇല്ല, ഒരു കേസുമില്ല. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി. രാഹുൽ മാങ്കൂട്ടവും ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് നേതൃപദവി രാജിവെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു പരാതി പോലും ഇല്ല എന്നതും ഇത് വെറും ആരോപണം മാത്രമായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാതെ ഈ ആരോപണത്തിന് പിന്നിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടം. CPM-ഉം BJP-യും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കായി മുറവിളി കൂട്ടി തെരുവ് യുദ്ധത്തിനായി സഖാക്കളെയും സംഘികളെയും കടിഞ്ഞാണില്ലാതെ അഴിച്ചുവിട്ടപ്പോൾ ഷാഫി അടക്കമുള്ള നേതാക്കളെ തെരുവിൽ തടഞ്ഞ് പ്രതിഷേധക്കാർ ആക്രമണം അഴിച്ചുവിടുകയാണ്. ആരാണ് ഈ മുഖ്യമന്ത്രി? ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. CPM-ലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണം ഉന്നയിച്ച, പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട്. ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. വളരെ മുതിർന്ന നേതാവ്, എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ്. ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ച ആളെ തൊട്ടടുത്ത് ചേർത്തിരുത്തി. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞു, എല്ലാവരുടെയും പേര് നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുപോലെ ഇപ്പോ അദ്ദേഹത്തിനെ കൈവക്കുന്ന ഒരു MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്. ബലാത്സംഗ കേസ് ആരാ ചാർജ് ചെയ്തത്? ഇദ്ദേഹത്തിന്റെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ്. ആരാ സംരക്ഷിക്കുന്നത്? എന്ത് നടപടിയെടുത്തത്? ഒരു നടപടിയെടുത്തില്ല. സത്യത്തിൽ CPM-നും BJP-ക്കും ആവശ്യം ഇരകളെന്ന് സ്വയം അഭിമാനിക്കുന്ന മുഖമില്ലാത്തവരടക്കമുള്ള ഇരകൾക്ക് നീതിക്ക് വേണ്ടിയല്ല, പകരം രാഷ്ട്രീയ പകയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രക്തത്തിനു വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഒരിക്കൽ പോലും തന്നെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല. ഇതും ശ്രദ്ധേയമാണ്. ഈ ആരോപണത്തിൽ മതിമറന്ന് ആഘോഷം നടത്തുന്ന CPM-ൻ്റെയും BJP-യുടെയും ആവശ്യം കോൺഗ്രസിൻ്റെ പതനം എന്നതാണ്. ഒരു MLA-യെ രാജിവെപ്പിച്ചാൽ രാഷ്ട്രീയപരമായ വലിയ നേട്ടമായി CPM കാണുന്നതിനാൽ വീണ് കിട്ടിയ ഈ അവസരം ഉപയോഗിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് അവർ. കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കോൺഗ്രസ് ചെയ്തത് എന്തെല്ലാം ഒഴിവുകഴിവുകൾ പറയാമായി, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇവരെ ഒന്നും ഒരു ചുക്കും CPM ചെയ്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാമായി. ചോദിച്ചോ നടപടിയെടുക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാം. അത് മുൻകൂട്ടി കണ്ട കോൺഗ്രസ് വ്യക്തമായി പറയുന്നത് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയെയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ MLA-യെയും പീഡനക്കേസ് പ്രതികളായ മന്ത്രിമാരും രാജിവെക്കാതെ വകുപ്പ് തലപ്പത്ത് വിലസുന്നതിനിടയിലാണ് ഒരു പരാതി പോലുമില്ലാത്ത ആരോപണ വിധേയൻ മാത്രമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കായി മുറവിളി കൂട്ടുന്നത്. ഒരു പരാതിയില്ലാതെ, FIR ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ചു ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ്. പിണറായി വിജയനെ പോലെ ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. വി.ഡി. സതീശൻ CPM-ന് കഴിഞ്ഞ ദിവസം കൊടുത്ത മറുപടിയിൽ താൻ ഉടൻ പുറത്തുവിടാൻ പോകുന്ന കാര്യങ്ങളിൽ CPM-ന് കടുത്ത ആഘാതമേക്കും
എന്നതായിരുന്നു. കേരളം ഞെട്ടുന്ന ചിലത് ഉടൻ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണത്തിലിരിക്കുന്ന LDF സർക്കാരിൻ്റെ CPM നേതാക്കളുടെ അഴിമതിയുടെ പിന്നാമ്പുറ കഥകൾ പുറത്തു വരാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണം ആയുധമാക്കിക്കൊണ്ട് ഇവർ രംഗത്ത് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MPയെ വഴിതടഞ്ഞ DYFIക്ക് എതിരെ കേരളക്കരയാകെ രോഷം അലയടിക്കുകയാണ് ഇപ്പോൾ. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസും പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ കടുപ്പിച്ച് ആഞ്ഞടിക്കുകയാണ്. ക്ലിഫ് ഹൗസിലേക്ക് കഴിഞ്ഞ ദിവസം സമാധാനമായി നടന്ന പ്രതിഷേധം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാരെ പ്രകോപിതരാക്കിക്കൊണ്ട് സമരം മറ്റൊരു തലത്തിൽ എത്തിക്കുകയായിരുന്നു പോലീസ്. ഇന്ന് ആ പ്രതിഷേധക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിയിലേക്ക് കടക്കില്ല. കാരണം CPMകാരുടെ ആവശ്യം അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ CPMകാരുടെ മുന്നിൽ നാണം കെടുത്താൻ രാഹുൽ ശ്രമിക്കില്ല. താൻ ഇപ്പോൾ രാജിയിലേക്ക് നീങ്ങിയാൽ അത് തൻ്റെ തന്നെ പരാജയമായി പോകും. ഇക്കാര്യത്തിൽ പരാതിയും പരാതിയുടെ പുറത്ത് അന്വേഷണങ്ങളും നടക്കട്ടെ, യാഥാർത്ഥ്യം പുറത്തു വരട്ടെ, അപ്പോൾ രാജിയെക്കുറിച്ച് ആലോചിക്കാം എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്. തനിക്കെതിരെ ഒരു വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടം ആവർത്തിച്ച് പറയുമ്പോൾ അത് വരും നാളിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ ചെയ്യും. ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ശ്രമിച്ച ഗൂഢശക്തികൾ തന്നെയാണ് ഈ ആരോപണത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത് എന്നാണ് മാങ്കൂട്ടം പറയുന്നത്. ഏതായാലും കാറ്റ് മാറി വീശുമെന്നത് ഉറപ്പാണ്. അപ്പോൾ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരും. മറവിലിരുന്ന് ചരട് വലിക്കുന്ന നിഗൂഢ സംഘം വെളിയിൽ ചാടും. ഇന്ന് ക്രൂശിലേറ്റിയ ഈ യുവ തുർക്കി മാത്രമാണോ തെറ്റുകാരൻ എന്നത് നമുക്ക് അപ്പോൾ വെളിവാകുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.